എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? ബീഹാർ വോട്ടർ പട്ടികയിലെ സൂക്ഷ്മ പരിശോധനയുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിലെ ക്രമക്കേടുകളും വോട്ട് മോഷണവും സംബന്ധിച്ച ആരോപണങ്ങൾ തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തിയതോടെ തുടർ നടപടികൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇന്ത്യൻ ഭരണഘടനയോടുള്ള അപമാനമാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വോട്ട് ചോരി എന്ന കള്ളക്കഥ പ്രചരിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ച് സുപ്രീം കോടതി അന്തിമ വിധി പറഞ്ഞിരുന്നു. വോട്ടറുടെ സ്വകാര്യത സംരക്ഷിക്കണം എന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ വോട്ടർമാരുടെ അവകാശമില്ലാതെ അവരുടെ ചിത്രങ്ങൾ ഉപയോഗിച്ച് രാഹുൽ ഗാന്ധി സ്വകാര്യത ലംഘിച്ചുവെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറയുന്നത്. സംഭവത്തിൽ രാഹുൽ ഗാന്ധി സത്യവാങ്മൂലം സമർപ്പിച്ചില്ലെങ്കിൽ ക്ഷമ ചോദിക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സത്യവാങ്മൂലത്തിൽ ഒപ്പിടുകയോ ക്ഷമ ചോദിക്കുകയോ ചെയ്യുക. മൂന്നാമതൊരു വഴിയുമില്ല. 7 ദിവസത്തിനുള്ളിൽ രാഹുൽ ഗാന്ധി സത്യവാങ്മൂലം സമർപ്പിച്ചില്ലെങ്കിൽ അതിനർത്ഥം അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ തെറ്റാണെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ പറഞ്ഞു. നേരത്തെ ഈ വോട്ടർ വിവാദ വിഷയങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് കോൺഗ്രസ് ഉയർത്തിയ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ BJP നേതാവ് അനുരാഗ് താക്കൂർ കോൺഗ്രസിനെതിരെ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരുന്നല്ലോ. വയനാട്ടിലും ഉത്തർപ്രദേശിലെ റായ്ബറേലിയിലും കള്ളവോട്ടുകളുണ്ട് എന്ന ആരോപണമാണ് അനുരാഗ് താക്കൂർ ഉയർത്തിയത്. രാഹുൽ ഗാന്ധിയാണ് പുള്ളിക്കാരൻ അവിടെ ലക്ഷ്യം വച്ചത്. മാത്രമല്ല, ഇറ്റലിക്കാരിയായ സോണിയാഗാന്ധി ഇന്ത്യൻ പൗരത്വം എടുക്കുന്നതിന് മുൻപ് ഇന്ത്യയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു എന്നും അനുരാഗ് താക്കൂർ ആരോപിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഇലക്ഷൻ കമ്മീഷൻ നടത്തിയ പത്രസമ്മേളനത്തിന്റെ മറുപടിയായി സംസാരിക്കവേ രാഹുൽ ഗാന്ധി ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ഈ സത്യവാങ്മൂലം ഞാൻ മാത്രം നൽകിയാൽ മതിയോ? അനുരാഗ് താക്കൂർ സത്യവാങ്മൂലം നൽകേണ്ടതില്ലേ? ഇങ്ങനെയാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത്. കാരണം രണ്ടുപേരെ ഉന്നയിച്ചിരിക്കുന്നത് ഒരേ ആരോപണമാണല്ലോ. അപ്പോൾ പിന്നെ രാഹുൽ ഗാന്ധി മാത്രം സത്യവാങ്മൂലം നൽകണം, അതേ രീതിയിൽ ആരോപണം ഉന്നയിച്ച അനുരാഗ് താക്കൂർ സത്യവാങ്മൂലം നൽകേണ്ട എന്നാണല്ലോ ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തത് എന്നാണ് രാഹുൽ ഗാന്ധി ചോദിച്ചിരിക്കുന്നത്. ചടങ്ങ് തീർക്കും പോലെ വന്നിരുന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് പോയ ഇലക്ഷൻ കമ്മീഷന്റെ നടപടിയെ രൂക്ഷമായ ഭാഷയിലാണ് രാഹുൽ ഗാന്ധി വിമർശിച്ചത്. BJPയെയും കേന്ദ്ര സർക്കാരിനെയും രക്ഷിക്കാനുള്ള നടപടികളുടെ ഭാഗമാണ് ഇലക്ഷൻ കമ്മീഷന്റെ പത്രസമ്മേളനം എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെ ശരിവയ്ക്കുന്ന തരത്തിലായിരുന്നു ഇലക്ഷൻ കമ്മീഷന്റെ നീക്കങ്ങൾ എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. വ്യാജ വോട്ട് ആരോപണത്തിൽ 45 ദിവസത്തിനുള്ളിൽ എന്തുകൊണ്ട് ഹർജി നൽകിയില്ല എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ചോദിച്ചത്. ഇതൊന്നും ചെയ്യാതെ ഇത്ര നാളുകൾക്ക് ശേഷം പരാതി ഉന്നയിക്കുന്നവരുടെ ഉദ്ദേശം എന്താണെന്ന് കമ്മീഷൻ ചോദിച്ചു. 45 ദിവസത്തിനുള്ളിൽ ഹർജി ഫയൽ ചെയ്യാതെ വോട്ട് ചോരി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയോടുള്ള അപമാനമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. ഭീകരം തന്നെ. 18 വയസ്സിന് മുകളിലുള്ള എല്ലാ പൗരന്മാരും വോട്ടർ പട്ടികയിൽ രജിസ്റ്റർ ചെയ്ത് വോട്ട് രേഖപ്പെടുത്തണമെന്ന് ഭരണഘടന നിർബന്ധമാക്കുന്നുണ്ട് എന്നും ഇലക്ഷൻ കമ്മീഷൻ ഓർമ്മിപ്പിച്ചു. പക്ഷാപാതപരമായ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിനാൽ തങ്ങൾക്ക് വിവേചനം കാണിക്കേണ്ട ആവശ്യമില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. കമ്മീഷന് ഭരണകക്ഷിയെയും പ്രതിപക്ഷ പാർട്ടിയെയും തമ്മിൽ വ്യത്യാസമില്ലെന്നും എല്ലാവരെയും തുല്യമായി പരിഗണിക്കുന്നുവെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരിക്കലും അതിൻ്റെ ഭരണഘടനാ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറില്ലെന്നും ഗ്യാനേഷ് കുമാർ ഊന്നി പറഞ്ഞു. എല്ലാവരും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ തുല്യരാണ്. ഇലക്ഷൻ കമ്മീഷൻ ഒരിക്കലും അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്മാറുകയില്ല. ഈ പുള്ളി പറഞ്ഞത് ഇങ്ങനെയാണ്: സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ള എല്ലാ വോട്ടർമാർക്കും അവരുടെ വർഗമോ മതമോ നോക്കാതെ അവരെ തുല്യരായി കാണുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറച്ചു നിൽക്കും. കുടിയേറ്റം പോലുള്ള പ്രശ്നങ്ങൾ കാരണം ചില ആളുകൾക്ക് ഒന്നിലധികം വോട്ടർ കാർഡുകൾ ഉള്ള അവസ്ഥ ഉണ്ടായി. കമ്മീഷൻ പതുക്കെ കാര്യത്തിലേക്ക് വരുന്നുണ്ട് കേട്ടോ. സെപ്റ്റംബർ 1 വരെ ബീഹാറിൽ വോട്ടർ പട്ടികയിലെ പിശകുകൾ ഉന്നയിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വരണമെന്ന് തങ്ങൾ അഭ്യർത്ഥിക്കുന്നു എന്നും അതിനുശേഷം ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. അതായത് മുഴുവൻ സമയവും തങ്ങളുടെ നടപടിയെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് ഇലക്ഷൻ കമ്മീഷൻ പത്രസമ്മേളനത്തിലൂടെ ശ്രമിച്ചത് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇലക്ഷൻ കമ്മീഷന്റെ മറുപടി സാധാരണക്കാരെ തൃപ്തരാക്കിയോ? ഒരിക്കലുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ ഉയർന്ന വിഷയങ്ങളിൽ അന്വേഷണം പ്രഖ്യാപിച്ച് അന്വേഷണം നടത്തിയ വിഷയങ്ങളിലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരികയായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ ഇവിടെ ചെയ്യുന്നത് കോൺഗ്രസ് ഉയർത്തിയ ആരോപണം വെറും ആരോപണമാണെന്ന് ഇലക്ഷൻ കമ്മീഷൻ നേരിട്ട് വ്യക്തമാക്കുകയാണ്. അതായത് ഒരു വ്യക്തിയെ കുറ്റം ചെയ്തു എന്ന സംശയത്തിൻ്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ടുവന്നാൽ സ്റ്റേഷനിലെ മേലുദ്യോഗസ്ഥൻ ഇടപെട്ട് അയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പ്രഖ്യാപിച്ച് ആ വ്യക്തിയെ വെറുതെ വിടുന്നത് പോലെ
കുറ്റവാളി എന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തി കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ പോലീസ് മെനക്കെടുന്നില്ല എന്നുള്ളതാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അത്തരത്തിലൊരു നീക്കം തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്നാൽ പ്രശ്നം അവിടെ കൊണ്ടും തീരുന്നില്ല. വോട്ടർ പട്ടിക വിവാദങ്ങളും അതിനെ തുടർന്നുള്ള പ്രതിഷേധങ്ങളും രാജ്യം മുഴുവൻ വ്യാപിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് വളരെ രസകരമായൊരു സംഗതി പുറത്തു വരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിച്ച വാരണാസി ലോക്സഭാ മണ്ഡലത്തിൽ മോദിയോട് ഏറ്റുമുട്ടി തോറ്റ സ്ഥാനാർത്ഥിയെ ജനങ്ങൾ ചേർന്ന് വിജയിപ്പിച്ചു എന്ന വാർത്ത പുറത്തു വരുന്നത്. വോട്ടർ പട്ടിക വിവാദം പുറത്തു വന്നതിനു ശേഷം രാജ്യത്തുണ്ടായ വാർത്തകൾ ഏറ്റവും കൗതുകകരമായ ഒന്നായിരുന്നു ഈ വാർത്ത. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു വർഷത്തിലേറെയായ സാഹചര്യത്തിലാണ് വോട്ടർ പട്ടിക വിവാദം ഉയർന്നു വരുന്നത്. പല സംസ്ഥാനങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോകുന്ന സാഹചര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലാണ് കേന്ദ്ര സർക്കാരും. അതേസമയം വോട്ട് ചോർത്തൽ ആരോപണങ്ങൾക്കിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിൽ ഒരു പ്രത്യേക പ്രതിഷേധം അരങ്ങേറുകയായിരുന്നു. UP കോൺഗ്രസ് പ്രസിഡന്റും വാരണാസി ലോക്സഭാ മണ്ഡലത്തിൽ നരേന്ദ്രമോദിക്കെതിരെ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയുമായിരുന്ന അജയ് റായിയെ വാരണാസിയിലെ യഥാർത്ഥ MP ആയി സമാജ്വാദി പാർട്ടി പ്രവർത്തകർ പ്രഖ്യാപിക്കുകയായിരുന്നു. മണ്ഡലത്തിലടക്കം വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകളും മറ്റും കാണപ്പെട്ടതിനെ തുടർന്നാണ് മണ്ഡലത്തിലെ പ്രതിപക്ഷ നേതാക്കളുടെയും പ്രവർത്തകരുടെയും പുതിയ നടപടി. വോട്ടർ പട്ടിക ക്രമക്കേട് വാർത്തകളിലൂടെ പുറത്തു വന്നതിനെ തുടർന്ന് മണ്ഡലത്തിലെ സമാജ്വാദി പാർട്ടി പ്രവർത്തകർ അവരുടെ നേതാക്കളെയും കൂട്ടി അജയ് റായിയുടെ വീട്ടിലെത്തി അദ്ദേഹത്തെ വാരണാസിയിലെ യഥാർത്ഥ MP ആയി പ്രഖ്യാപിക്കുകയായിരുന്നു. പ്രവർത്തകർ അദ്ദേഹത്തെ മാല അണിയിക്കുകയും മധുര പലഹാരങ്ങൾ നൽകി വിജയം ആഘോഷിക്കുകയും ചെയ്തു. വാരണാസിയിലെ ജനങ്ങൾ അജയ് റായിയെ വിജയിപ്പിച്ചു എന്നും പക്ഷേ ഭരണകൂടം നടത്തിയ കൃത്രിമത്വം കാരണം ഫലം അട്ടിമറിക്കപ്പെട്ടു എന്നുമാണ് സമാജ്വാദി പാർട്ടി പ്രവർത്തകർ അവകാശപ്പെടുന്നത്. സമാജ്വാദി പാർട്ടി പ്രവർത്തകർ റോസാപ്പൂക്കളും ജമന്തി പൂക്കളും അടങ്ങിയ മാലകളും വസ്ത്രങ്ങളും മധുര പലഹാരങ്ങളുമായി അജയ് റായിയുടെ വസതിയിലെത്തുകയായിരുന്നു. മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടാണ് അവർ വീട്ടിലേക്ക് എത്തിയത്. ഏതോ വലിയ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചതുപോലെയായിരുന്നു അവിടുത്തെ അന്തരീക്ഷമെന്നാണ് ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നത്. ആരാണ് ഞങ്ങളുടെ MP? അജയ് റായിയാണ് ഞങ്ങളുടെ MP എന്നിങ്ങനെയുള്ള മുദ്രാവാക്യങ്ങളും വിളിച്ചുകൊണ്ടായിരുന്നു സമാജ്വാദി പാർട്ടി പ്രവർത്തകർ അജയ് റായിയുടെ വീട്ടിലെത്തിയത്. പ്രവർത്തകർ അജയ് റായിയെ അവർ കൊണ്ടുവന്ന പുതിയ വസ്ത്രം ധരിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് മധുര പലഹാരങ്ങൾ നൽകി അവിടെ കൂടി നിന്നവർക്കും പലഹാരങ്ങൾ വിതരണം ചെയ്തു. നൂറുകണക്കിന് പ്രവർത്തകരാണ് ഈ സമയം അവിടെ ഉണ്ടായിരുന്നത് എന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു. തന്നെ കാണാൻ വന്ന സമാജ്വാദി പാർട്ടി പ്രവർത്തകരെ പുഞ്ചിരിയോടെയാണ് അജയ് റായി സ്വാഗതം ചെയ്തതെന്നും ദേശീയ മാധ്യമം വ്യക്തമാക്കുന്നു. എന്നെ വിശ്വസിച്ച് എനിക്ക് വോട്ട് ചെയ്ത ആ 4.5 ലക്ഷം വോട്ടർമാരോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. കാശിയിലെ ജനങ്ങൾ നൽകിയ സ്നേഹവും അനുഗ്രഹവും എനിക്ക് വിലമതിക്കാനാകാത്തതാണ്. ഒരേ വീട്ടിൽ ഒരു പിതാവിന് 50ഉം 100ഉം ആൺമക്കളുള്ള സാഹചര്യമാണിതെന്ന് അദ്ദേഹം പരിഹാസത്തോടെ പറഞ്ഞു. വോട്ടർ പട്ടിക വിഷയമാണ് പുള്ളി എടുത്തിട്ടത്. സത്യം എല്ലാവരുടെയും മുന്നിലുണ്ട്, പക്ഷേ എല്ലാവർക്കും സംസാരിക്കാൻ ധൈര്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വാരണാസിയിലെ ജനങ്ങൾ അജയ് റായിയെ വിജയിപ്പിച്ചുവെന്നും എന്നാൽ സർക്കാർ സംവിധാനങ്ങളുടെ സഹായത്തോടെ ഫലം അട്ടിമറിച്ചുവെന്നും അജയ് റായിയുടെ വീട്ടിലെത്തിയ സമാജ്വാദി പാർട്ടി പ്രവർത്തകൻ അമൻ യാദവ് മാധ്യമങ്ങളോട് സംസാരിക്കവേ വ്യക്തമാക്കിയതായി ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു. അജയ് റായി 1.5 ലക്ഷം വോട്ടുകൾക്ക് തോറ്റുവെന്നാണ് ആരോപിക്കപ്പെടുന്നത്. പക്ഷേ വാരണാസിയിലെ ചില ഉദ്യോഗസ്ഥർ ഫലം മാറ്റിമറിക്കുകയായിരുന്നു എന്നുള്ളതാണ് സത്യം. വാരണാസിയിലെ ജനങ്ങൾക്ക് അവരുടെ പാർലമെൻറ്റ് മെമ്പർ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി അജയ് റായിയാണ്. ഞങ്ങൾ വോട്ട് ചെയ്ത് ഞങ്ങൾ തിരഞ്ഞെടുത്ത ആളാണ് യഥാർത്ഥ പാർലമെൻറ്റ് മെമ്പറെന്നും അല്ലാതെ ഭരണകൂടം വിജയിപ്പിച്ച ആളല്ലെന്നും അമൻ യാദവ് അവകാശപ്പെട്ടു. മാത്രമല്ല വാരണാസിയിലെ മുഴുവൻ ജനങ്ങളും അജയ് റായിയെയാണ് നമ്മുടെ യഥാർത്ഥ MP എന്ന് വിശ്വസിക്കുന്നു എന്നും അമൻ യാദവ് പറഞ്ഞു. അതായത് ചുരുക്കി പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ വിജയം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാണ് സമാജ്വാദി പാർട്ടി പ്രവർത്തകരും ഇന്ത്യ മുന്നണിയിലെ മറ്റു പ്രവർത്തകരും പറയുന്നത്. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ വാരണാസിയിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. വോട്ടെണ്ണലിൻ്റെ തുടക്കത്തിൽ ഏകദേശം 6000-ലധികം വോട്ടുകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് സ്ഥാനാർത്ഥിയേക്കാൾ പിന്നിൽ പോകുന്ന കാഴ്ചയും വാരണാസിയിൽ കാണാൻ കഴിഞ്ഞിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ഭൂരിപക്ഷത്തിൽ നിന്ന് ഏകദേശം 1.5 ലക്ഷത്തിലധികം വോട്ടുകളാണ് നരേന്ദ്രമോദിക്ക് ഇത്തവണ ഭൂരിപക്ഷത്തിൽ കുറവ് വന്നത്. 2019 4.7 ലക്ഷത്തിന് മുകളിലും 2014 3.7 ലക്ഷത്തിന് മുകളിലുമായിരുന്നു മോദിയുടെ ഭൂരിപക്ഷം. ഇത്തവണ 1.5 ലക്ഷം മാത്രമാണ് അദ്ദേഹത്തിന് ഭൂരിപക്ഷം ലഭിച്ചത്. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണലിൻ്റെ തുടക്കത്തിൽ നരേന്ദ്രമോദി പിന്നിൽ പോകുന്ന കാഴ്ചയും കാണാൻ കഴിയും. പട്ടിക ക്രമക്കേടുകൾ പുറത്തു വരുമ്പോൾ വാരണാസിയിലെ വിജയത്തിലും സംശയങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് ഇന്ത്യ മുന്നണി വ്യക്തമാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സമാജ്വാദി പാർട്ടി പ്രവർത്തകർ നരേന്ദ്രമോദിക്കെതിരെ മത്സരിച്ച അജയ് റായിയെ വിജയിയായി പ്രഖ്യാപിച്ച് പ്രതീകാത്മക പാർലമെൻറ്റ് മെമ്പറാക്കിയത്. BJP വിജയിച്ച പല മണ്ഡലങ്ങളിലും പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. എന്നാൽ രാഹുൽ ഗാന്ധി
പുറത്തു കൊണ്ടുവന്ന ഈ ക്രമക്കേടുകളെ സംബന്ധിച്ച് അന്വേഷണം പ്രഖ്യാപിക്കുവാനോ സത്യാവസ്ഥ ജനങ്ങളെ അറിയിക്കുവാനോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതല്ലാതെ രാഹുൽ ഗാന്ധിയുടെ വാദങ്ങൾ തെറ്റാണ് എന്ന് മാത്രമാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. എന്നാൽ ഒരു അന്വേഷണം നടത്തി രാഹുൽ ഗാന്ധി പറഞ്ഞതൊക്കെ തെറ്റാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കടമ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടെങ്കിലും അതവർ ചെയ്യാൻ തയ്യാറല്ല. അതേസമയം പുതിയ ഒരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വോട്ട് മോഷണ വിവാദത്തിൽ ശക്തമായ പ്രതിഷേധവുമായി നീങ്ങുന്ന ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്രക്ഷോഭം കടുപ്പിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇംപീച്ച്മെൻറ്റ് ചെയ്യാനാണ് ഉദ്ദേശം. ഇന്ന് ചേർന്ന യോഗത്തിലാണ് ഇംപീച്ച്മെൻറ്റ് ചെയ്യാനുള്ള തീരുമാനം എടുത്തത്. ഇതിൻ്റെ ഭാഗമായി പാർലമെൻറ്റിൻ്റെ ഇരു സഭകളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇംപീച്ച്മെൻറ്റ് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പാർലമെൻറ്റ് ഓഫീസിൽ ചേർന്ന ഇന്ത്യ മുന്നണി യോഗത്തിലാണ് തീരുമാനം വന്നിരിക്കുന്നത്. പ്രാഥമിക ഘട്ട ചർച്ചകളാണ് നടന്നത്. ശക്തമായ പ്രതിഷേധവുമായി ഇന്ത്യ മുന്നണി രംഗത്തിറങ്ങുകയാണെങ്കിൽ വോട്ട് ചോരി ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടുതൽ പ്രതിരോധത്തിലാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്.